1498 മേയിൽ വാസ്കോഡഗാമ കോഴിക്കോട് വന്നപ്പോൾ സാമൂതിരിയും പ്രജകളും പരമ്പരാനുസൃതമായ ആതിഥ്യ മര്യാദകളോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. വാസ്കോഡഗാമ കോഴിക്കോട് നഗരത്തിന് ഏതാനും നാഴിക അകലെയുള്ള കോവിലകത്ത് ചെന്ന് സാമൂതിരിയെ സന്ദർശിച്ചു. രണ്ട് നേതാക്കന്മാരുടെയും പരസ്പര സന്ദർശനം വ്യക്തമായ ഫലമൊന്നും ഉളവാക്കിയില്ല. വിൽക്കാൻ തരപ്പെടാത്ത ചരക്കുകൾ സൂക്ഷിക്കാൻ തന്റെ അനുയായികളിൽ ഒരു സംഘത്തെ കോഴിക്കോട് നിർത്താൻ അനുവദിക്കണമെന്ന വാസ്കോഡഗാമയുടെ അഭ്യർത്ഥന സാമൂതിരി നിരസിച്ചു. നാട്ടിൽ നിലവിലിരിക്കുന്ന നിയമമനുസരിച്ച് പോർച്ചുഗീസുകാർ ചുങ്കം കൊടുത്തുകൊള്ളണമെന്ന് അദ്ദേഹം നിർബന്ധിക്കുകയും ചെയ്തു. വാസ്കോഡഗാമ ഓഗസ്റ്റിൽ കോഴിക്കോട് വിട്ടു. യാത്രാമധ്യേ അദ്ദേഹം കോലത്തിരി രാജാവിന്റെ ക്ഷണമനുസരിച്ച് കണ്ണൂർ ഇറങ്ങി. അവിടെ പോർച്ചുഗീസുകാർക്ക് എല്ലാ വാണിജ്യ സൗകര്യങ്ങളും കോലത്തിരി വാഗ്ദാനം ചെയ്തു. പോർച്ചുഗീസ് കപ്പലിൽ ചരക്ക് കയറ്റുന്നതിനെപ്പറ്റി അദ്ദേഹം വാസ്കോഡഗാമയുമായി ഒരു കരാറിലേർപ്പെട്ടു. വാസ്കോഡഗാമ 1498 നവംബറിൽ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് 1499 ലിസ്ബണിലെത്തി. നാട്ടിലെത്തിയ വാസ്കോഡഗാമയ്ക്ക് വീരോചിതമായ സ്വീകരണമാണ് ലഭിച്ചത്. അങ്ങേയറ്റത്തെ വിജയമായിരുന്നു അദ്ദേഹത്തിന്റെ പര്യടനം. വാസ്കോഡഗാമ കൊണ്ടുവന്ന ചരക്കുകളുടെ വില മാത്രം ആ പര്യടനത്തിന് ചെലവായതിന്റെ 60 മടങ്ങുണ്ടായിരുന്നു.